എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യൽ സംഭവമാണ് നിങ്ങളെ കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ദുബായ് ലാൻഡിൽ നിന്നൊക്കെ വീട് മാറി ഇവിടെ അൽനാദയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ നമ്മളൊരു മെയിൻ പരിപാടി ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയാണ്. യെസ്, വി ആർ ദ തീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യുക. നമുക്ക് ദുബായ് ലാൻഡിലൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഇവിടെ വന്ന് കിട്ടിയപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു അവിടെ നിന്നൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഭക്ഷണം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീക്കെൻഡ് മെയിനായിട്ട് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. മൊത്തം അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ വീക്ക് ഡേയ്സിൽ നമ്മൾ പരമാവധി വീട്ടിൽ തന്നെ കഴിച്ച് അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ കുറച്ച് കലോറീസും അതൊക്കെ കുറച്ച് തടി കുറയ്ക്കാന്നല്ല, ഈ വീക്കെൻഡിലേക്ക് കഴിക്കാനുള്ള ഒരു ചുറ്റുപാടിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിലൊക്കെ കുറച്ച് കഴിച്ച് വീക്കെൻഡിൽ പോയിട്ട് അടിച്ച് കയറ്റി തട്ടിവിടുക. ബിക്കോസ് ഈ ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ പോയി കഴിച്ച കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്കും ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോയി ട്രൈ ആവുന്നതാണ്. അത്യാവശ്യം ഞങ്ങൾ പോയി കഴിച്ച സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം നല്ല ഫുഡാണ്. ഇവിടെ അൽനാദയിൽ മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഓടിയാടുന്ന ദുബായിൽ മൊത്തം കഴിപ്പാണ്. ദുബായ് ഷാർജൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോയുടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിരിക്കുന്നത് നയാബ് ഹണ്ടി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ്. ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. ഇവിടെ അൽനാദയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഔട്ട്ലെറ്റാണ് അവരുള്ളത്. ഞാൻ മുമ്പ് ഷാർജയിലും ബർഷയിലൊക്കെ പോയിട്ട് നമ്മൾ കഴിച്ചതായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അൽനാദയിൽ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉടനെ തന്നെ അവിടേക്ക് വെച്ച് പിടിച്ചു. ഭയങ്കര തിരക്ക് നമ്മൾ ചെന്നപ്പോൾ. ഒരു സൺഡേയിലാണ് നൈറ്റിലാണ് നമ്മളവിടെ പോകുന്നത്. തന്നെ ഭയങ്കര തിരക്കാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ലൈറ്റിങ് കൊള്ളാം. ഹലോ പാറു, ഹലോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഹണ്ടി, ചിക്കൻ ഹണ്ടി, പിന്നെ അഫ്ഗാനി റൊട്ടി, അതുപോലെ തന്നെ ഈ പുലാവ്, കാബൂളി പുലാവ്, അഫ്ഗാനി പുലാവ്, കാബൂളി പുലാവ് എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ കബാബ്സ്, മട്ടൻ കബാബ്സ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആ റൊട്ടി വന്നപ്പോൾ ഒരു പായക്കപ്പലിൽ പായ പോലെ ഉണ്ട്. അടിപൊളി. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കണം. ചിക്കൻ, മട്ടൻ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല ഫുഡാണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്. അതുപോലെ നല്ല ആംബിയൻസും നല്ലതാണ്. വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അടുത്തായി നമ്മൾ പോയത് ബർഷയിലുള്ള മീറ്റ് ആൻഡ് മാക്രൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കാലിക്കറ്റ് പാരഗൻ്റെ ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഫ്യൂഷൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റിലേക്കാണ്. പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്ത് പോയി ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നതാണ്. എന്തായാലും സംഭവം കിഡിലോസ്കി, നല്ല ആംബിയൻസ്, നല്ല സെറ്റപ്പ്. ഫുഡ് എന്താ പറയുക, ഞാൻ ഒരു ഭയങ്കര അഭിപ്രായം ഒന്നും പറയുന്നില്ല, പക്ഷേ ഒരു ഇറ്റ്സ് ഗുഡ് അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഈ പല സ്ഥലത്തുനിന്നും നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച്, കേരള ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പരിചയിച്ചുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അത്ര വലിയ ഓതൻറ്റിക് ആയിട്ട് തോന്നിയില്ലെങ്കിലും എന്നാലും അതിൻ്റേതായിട്ടുള്ളൊരു ആംബിയൻസ് ഇതൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു പ്രാവശ്യമൊക്കെ വന്ന് ട്രൈ ചെയ്യാനുള്ളൊരു വിധത്തിലുള്ള സംഭവമാണ്. കുറച്ച് ഓൺ ദ എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഒരുപാട് ഡിഷ് ഓർഡർ ചെയ്ത് അവിടെ പോയിട്ട് എന്തൊക്കെ ഓർഡർ ചെയ്യുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫ് ഫ്രൈ, പിന്നെ ആ കലമാരി, ഒരു കൊറിയൻ ഫ്യൂഷൻ ഒരു കലമാരി ഡിഷ് ഉണ്ടായിരുന്നു. അത് കിടലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അതിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് പ്രോൺസ് മാംഗോ കറി. അതും നമ്മുടെ അപ്പം കൂടി കഴിക്കാൻ ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മോളെന്തോ ജാപ്പനീസ് ഡിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ടേസ്റ്റ് ചെയ്യാനേ എനിക്ക് പറ്റിയില്ല. ബിക്കോസ് മറ്റുള്ള ഫുഡ് തന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. ഏറ്റവും അടുത്ത് പോയത് നമ്മൾ റവി റെസ്റ്റോറൻറ്റാണ്. അൽനാദയിലുള്ള റവി റെസ്റ്റോറൻറ്റാണ് പോയത്. അവിടെ വേണം കേട്ടോ.
हाँ इधर पे അതാണ് ജെൻസാണ് ഇവിടെ ജെൻസിനുള്ളതാണ് when I was born. You were born 1978? She's so old. When were you born? 1976. Boomers. ഗൈസ് നമ്മളിപ്പോൾ റവി റെസ്റ്റോറൻ്റാണ് ഇരിക്കുന്നത്. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എങ്ങനെയുണ്ടോ നോക്കാം. ദിസ് ഈസ് അൽനാദ 2 അല്ലേ ഇത്? അൽനാദ 1 അൽനാദ 2-ലുള്ള റവി റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഇരിക്കുന്നത്. ആദ്യം തന്നെ സലാഡ്. മട്ടൺ വിലാസ് എന്തൊക്കെയാണത്? ദാല്, റോട്ടി, ചപ്ലി കബാബ്, കടായി, I'll push it. Yeah, so hot. കുൽഫി കഴിക്കാം. Oh, how much is one paru? From here, kulfi from the shop. What is the shop's name? 8 dirhams. Oh, Chaat Bazaar kulfi. നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് കുൽഫി കഴിച്ചുകൊണ്ടിരിക്കാം. കുൽഫി ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു രവി റെസ്റ്റോറൻറ്റിൽ? നല്ല ലഞ്ചായിരുന്നു. നല്ല കത്തിയായിരുന്നു അല്ലേ? ഫുഡ് ടേസ്റ്റാണ്, പക്ഷേ ഭയങ്കര കത്തി. ഞങ്ങൾ 4 പേര് കഴിച്ചപ്പോഴേക്കും 195 dirhams ആയി. ബിരിയാണി ഒരു 10 പേര് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. ക്വാർട്ടർ പറഞ്ഞാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? പക്ഷേ ക്വാർട്ടർ ബാറി എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അല്ലേ? റെസ്റ്റോറൻറ്റിൽ നിന്ന് ക്വാർട്ടർ പറയുമ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്, ബാറിൽ എന്ന് പറയുമ്പോൾ ക്വാർട്ടർ ഉണ്ടാവില്ല. കുൽഫി കൊള്ളാം ഇവിടുത്തെ നമ്മളെ ഈ കടയിൽ. ചാട്ട് ബസാർ. ഇങ്ങനെ ഹൗസ് കുൽഫി. How's the food in Ravi? You liked it? So good. You liked it? Paru? Chapli kebab was very nice. I liked it. പിന്നെ മട്ടൺ പെഷാവറി കടായി അല്ലേ? Melting. Melting. Don't record your video, please.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓ മൈ ഗോഡ്.